നാളത്തെ ഫിസിക്സ് പരീക്ഷയിൽ നിങ്ങൾ ഉറപ്പായിട്ടും കാണാൻ പോകുന്ന കുറച്ച് ചോദ്യങ്ങൾ വേണം. അങ്ങനെയാണ് ഈ വീഡിയോ കാണുക. ഓൾസോ ഓർമ്മിപ്പിക്കുന്നു, വൈകുന്നേരം ലൈവ് ഉണ്ട്. ആ ലൈവിലാണ് ആക്ച്വലി ഈ ചോദ്യങ്ങളുടെ ഉത്തരമൊക്കെ കിട്ടാൻ പോകുന്നത്. അപ്പോൾ അത് മിസ്സാക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം മക്കളെ. നിങ്ങൾക്ക് പഠിക്കാനുള്ള 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണുള്ളത്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ്സ് അതായത് ബേസിക്കലി കൂളുംസ് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ, ദ ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊപ്പോർഷണൽ ടു എന്ന് പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ഗോസസ് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ബയോട്ട് സവാർട്ട് ലോ, ആംപിയർസ് ലോ, 4 സ്റ്റേറ്റ്മെൻറ്റ് ആകെ 4 ചാപ്റ്ററിന് പഠിക്കാനുള്ളൂ. അതുകൊണ്ട് പഠിച്ചു പോയിക്കോ. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കും, സാർ അതിൽ ഇനി ഏതാ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് ചോദിക്കാൻ എന്നോട് ചോദിക്കരുത്. 10ാം ക്ലാസ് അല്ല അത്, ഇത് മാത്രം എനിക്ക് പറഞ്ഞാലുള്ളൂ. 4 സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു 2 മാർക്ക് വെറുതെ കിട്ടും. പിന്നെ Q = N എന്ന് പറഞ്ഞ ഫോർമുല കണ്ടിട്ടുള്ളതിന് മുമ്പ് അത് ബേസ്ഡ് ആയിട്ട് ഒരു ചോദ്യം എന്തായാലും ചോദിക്കും. ഇതെങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക, അത് ഫോർമുല എങ്ങനെയാണ്, എങ്ങനെ ചോദ്യം വരിക നിങ്ങൾക്ക് അറിയില്ലേ, പേടിക്കേണ്ട. വൈകുന്നേരത്തെ ലൈവിൽ വന്നാൽ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എന്തായാലും നാളത്തെ പരീക്ഷയിൽ ഒരു ചോദ്യം 2 മാർക്കിന് ഈ ഒരു ഫോർമുല ബേസ് ആയിട്ട് ഉണ്ടായിരിക്കും, ഒരു സംശയമില്ല. പിന്നെ പ്രോപ്പർട്ടീസ്, 2 പ്രോപ്പർട്ടി ആൾക്കാരുടെ പ്രോപ്പർട്ടീസ് പഠിക്കാനുള്ളൂ. ഒന്നെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടി ചോദിച്ചിരിക്കും 4 മാർക്കിന്, അല്ലെങ്കിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ പ്രോപ്പർട്ടി ചോദിച്ചിരിക്കും. അപ്പോൾ 2 പേരുടെയും പ്രോപ്പർട്ടീസ് പഠിച്ചു പോയിക്കോളൂ. ഇനി അതും അറിയില്ലെങ്കിൽ വൈകുന്നേരത്തെ ലൈവിൽ കയറി വരെ പഠിപ്പിച്ചിടാം. പക്ഷേ ഇത് പരീക്ഷ ചോദിച്ചിരിക്കും കേട്ടോ, 4 മാർക്ക് അവിടെ കിട്ടും. പിന്നെ കപ്പാസിറ്റേഴ്സിന്റെ കാര്യത്തിൽ എന്തായാലും ഓർപ്പിച്ചോ മക്കളെ, സീരീസിന്റെ അല്ലെ പാരലിന്റെ ഏതെങ്കിലും ഒരു കപ്പാസിറ്ററിന്റെ ഒരു സർക്യൂട്ട് ബേസ്ഡ് ആയിട്ട് പ്രോബ്ലം വന്നിരിക്കും. ഇനി നിർഭാഗ്യവശാൽ പ്രോബ്ലം വന്നില്ലെങ്കിലും നിങ്ങളിത് പഠിച്ചു വെച്ചോ, ഇതിന്റെ ഡെറിവേഷൻ വന്നിരിക്കും. ഏതെങ്കിലും ഒന്നും ഇല്ലാത്ത പേപ്പർ ഇന്നേ വരെ പുറത്തിറങ്ങിയിട്ടില്ല. സോ അത് പഠിച്ചു വെച്ചോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂവിങ് ചാർജസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഐഡന്റിഫൈ പാത്ത് എന്ന് പറഞ്ഞിട്ട് 2 മാർക്കിന് 1 മാർക്കിന് എല്ലാം ഒരു ചോദ്യം വരും. ബേസിക്കലി എന്താണ്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് തരും, എന്നിട്ട് അതിലേക്ക് ഒരു ചാർജ് ഇങ്ങനെ കയറി പോവാണ്. അപ്പോൾ പെർപെൻഡിക്കുലർ ആണോ പാരലൽ ആണോ ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ അതിന്റെ പാത്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറയും. അറിയില്ലെങ്കിൽ വീണ്ടും ലൈവിൽ കയറി വരുന്ന പഠിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ അതെന്തായാലും വരാൻ ചാൻസ് ഉണ്ട്, ഒന്ന് നോക്കി വെച്ചോ. മൂവിങ് കോയിൽ ഗാലനോമീറ്ററിന്റെ ഒന്നെങ്കിൽ വർക്കിംഗ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ കൺവേർഷൻ, അതെങ്ങനെയാണ് അമ്മീറ്ററിലേക്ക് ആക്കുക, അതെങ്ങനെയാണ് വോൾട്ട് മീറ്ററിലേക്ക് ആക്കുക, അത് എന്തായാലും ചോദിക്കും. അതില്ലാത്തൊരു പേപ്പർ നിങ്ങൾ കാണില്ല. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൽ നിന്ന് എന്തായാലും ഒരു ചോദ്യം വന്നിരിക്കും, പക്ഷേ മിക്കവാറും അതിൻ്റെ ഡെറിവേഷൻ തന്നെയായിരിക്കും. ഓക്കെ, ഞാൻ ഡെറിവേഷൻ്റെ വീഡിയോയിലും പറയുന്നുണ്ട്. അതില്ലാണ്ട് ആ ചാപ്റ്ററിൽ നിന്ന് വേറെ കാര്യമായാലും ചോദിക്കാനില്ല, കാരണം ബാക്കിയെല്ലാം ഡിലീറ്റഡ് ആയിട്ട് പോയി. പിന്നെ SI യൂണിറ്റ്സ് നിന്ന് 1 മാർക്കിനൊക്കെ ചോദ്യം വരും. ചിലപ്പോൾ അത് മാച്ച് ദ ഫോളോയിങ് ആക്കാണ് 2 മാർക്കിനൊക്കെ. അപ്പോൾ SI യൂണിറ്റ്സ് പഠിക്കേണ്ട ഇലക്ട്രിക് ഫീൽഡിനാണ്, വിച്ച് ഇസ് ന്യൂട്ടൺ പെർ കൂളും, ഫ്ലക്സിൻ്റെ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളും, ഡൈപോൾ മൊമെന്റിന്റെ കൂളുംബ് മീറ്റർ. അപ്പം തന്നെ പഠിച്ച് തീർക്കാം പരിപാടി. മാഗ്നറ്റിക് എന്താണ്, മാഗ്നറ്റിക് ഫീൽഡിന്റെ ടെസ്ല. ഇത്രയും ക്വാണ്ടിറ്റീസ് ആണ് നിങ്ങൾ ഈ +2 4 ചാപ്റ്റേഴ്സിൽ എൻകൗണ്ടർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റീസിൻ്റെ SI യൂണിറ്റും പഠിച്ചു നോക്കുക. 1 മാർക്കിന് എന്തായാലും ഏതെങ്കിലും ചോദിച്ചിരിക്കും. അപ്പോൾ ഈ ചോദ്യങ്ങൾ ഇല്ലാത്തൊരു പേപ്പർ ഇന്നേ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ നാളത്തെ പേപ്പറിൽ ഈ സംഗതികളിൽ ഒരു 8 എണ്ണം കൊടുത്തതിൽ എന്തായാലും ഒരു 6 എണ്ണമെങ്കിലും നിങ്ങൾ നാളെ കാണും. ഓക്കെ, അത്രേ പറയാനുള്ളൂ. ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് പഠിക്കേണ്ടവർക്ക്, പരീക്ഷയ്ക്ക് തലേന്നൊക്കെ പഠിക്കാത്ത കുറേ കുട്ടികളുണ്ടാവും, അവർക്കൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വൈകുന്നേരത്തെ ലൈവിൽ എന്തായാലും നിർബന്ധമായിട്ട് വരാം. ഇതൊക്കെ പഠിച്ചെടുക്കണ്ടേ, വെറുതെ നോക്കിക്കൊണ്ടിരുന്നാൽ പോരല്ലോ. അപ്പോൾ പഠിച്ചെടുക്കാം. വൈകുന്നേരം ലൈവിൽ എല്ലാവർക്കും കാണാം മക്കളെ. ബൈ ബൈ, ടേക്ക് കെയർ. കാണാം.